2 വർഷമായി ഞാൻ എഴുതിയ ഉത്തരവ്. എന്തുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? 2015 നടത്തിയ തെരഞ്ഞെടുപ്പിന് ശേഷം 9 വർഷമായി. ബൈല അനുസരിച്ച് 5 വർഷമാണ് കാലാവധി. ഈ 2020 SNDP യോഗത്തിന്റെ ഭാരവാഹിയുടെ കാലാവധി അവസാനിച്ചു. SNDP യോഗത്തിന്റെ അവസാനത്തെ പൊതുയോഗം നടക്കുന്നത് 2019 2019 മെയ് മാസത്തിൽ. ആ മെയ് മാസത്തിൽ പൊതുയോഗത്തിന് ശേഷം 2024 നവംബർ മാസത്തിലാണ് നാം നിൽക്കുന്നത്. ആ 2026 5 വർഷക്കാലം ഒരു മഹത്തായ സംഘടനയുടെ, നിരവധി കോളേജുകൾ നടത്തുന്ന, നിരവധി സ്കൂളുകൾ നടത്തുന്ന ഒരു സംഘടനയുടെ വാർഷിക പൊതുയോഗം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ ആ ജനറൽ സെക്രട്ടറിയെ ജനാധിപത്യവാദി എന്ന് പറയുവാൻ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഇന്ന് വയനാട് ദുരന്തം നടന്നു. യൂണിയനെ നശിപ്പിക്കുവാനുള്ള ആദ്യ സംരംഭം കുമരകത്തെ വസ്തു വിൽപ്പനയിൽ പോയി. ആ വസ്തു വിറ്റ് ആ കിട്ടിയ പണം കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥലം വാങ്ങിയപ്പോ ആ വാങ്ങിയതിന് വഴിവിധികൾ. അതിനുശേഷം അതിന്റെ കെട്ടിടം പണിഞ്ഞത് മുതൽ എന്തിന് വയറിംഗ് നടത്തിയപ്പോ മുതൽ അവിടെ ഇലക്ട്രിക് വയറിംഗ് നടത്തിയപ്പോ പ്രത്യേക ഒരു ഷോപ്പ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരുടെ പേരിൽ ഉണ്ടാക്കി അതിനും വെട്ടിപ്പ് നടത്തിയ ആളുകളാണ് ഇന്ന് കോട്ടയം യൂണിയനിൽ ഏതാണ്ട് 40 കോടിയിൽ പരം രൂപയുടെ ബാധ്യതയാക്കി നിർത്തിയിരിക്കുന്നു. കോട്ടയം SNDP യൂണിയന്റെ വകയായിരുന്ന സ്വത്തുക്കൾ വിറ്റഴിക്കാൻ പോകുന്നു. ആ വിറ്റഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഈ കോട്ടയം യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമായിരുന്നു. പോപ്പ് വന്ന് കപ്പിയാരാകുന്നത് പോലെ. എത്ര ഗതികേടാണ് SNDP യോഗം അനുഭവിക്കുന്നത്. ആ കാര്യങ്ങളിലേക്ക് മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലേഖനങ്ങളിൽ ഈ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോട്ടയം SNDP യൂണിയനെ നശിപ്പിച്ചതുപോലെ കുന്നത്തുനാട് SNDP യൂണിയൻ ഒരു മെഡിക്കൽ കോളേജിന് ആരംഭമിട്ടു. ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥലവും ഉൾപ്പെടെ ഇന്ന് വിൽക്കാൻ പോകും. അങ്ങനെ നിരവധി യൂണിയനുകളിൽ കൊയിലാണ്ടി യൂണിയനിൽ SNDP യോഗത്തിനുണ്ടായിരുന്ന വസ്തു സ്ഥലം വിറ്റു. ഹരിപ്പാട് ഹൈവേയിൽ അവിടെ ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ 28 വർഷക്കാലം യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആരാധ്യനായിരുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും ധിഷണാശാലിയായിരുന്ന ധീരനായിരുന്ന മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ ചരമവാർഷിക ദിനമായി. ആ ദിനത്തിൽ ഞങ്ങളൊക്കെ ഓർത്തത് ആർ ശങ്കറിന്റെ ജീവിതത്തിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്